ഒരു പ്രദേശം ഒന്നാകെ കഠിനവ്രതമെടുത്ത് ക്ഷേത്ര ആഘോഷങ്ങളിൽ പങ്കാളികളാവുന്ന അപൂർവം ക്ഷേത്രങ്ങളിൽ ഒന്നായ തലശ്ശേരിയിലെ അണ്ടലൂർക്കാവ് ക്ഷേത്രോത്സവം ഫെബ്രുവരി 13 മുതൽ 19 വരെ വിവിധ ചടങ്ങുകളോടെ നടക്കും. പരശുരാമനാൽ നിർമ്മിക്കപ്പെട്ടു എന്ന് വിശ്വസിക്കപ്പെടുന്ന ശ്രീ അണ്ടലൂർക്കാവ് ക്ഷേത്രം ഉത്തര മലബാറിലെ തന്നെ പുണ്യപുരാതന ക്ഷേത്രങ്ങളിൽ ഒന്നാണ്. ശ്രീരാമൻ, ലക്ഷ്മണൻ, ഹനുമാൻ എന്നീ സങ്കല്പ ആരാധനാമൂർത്തിയാണ് ഇവിടെയുള്ളത്. മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും വളരെയേറെ വ്യത്യസ്തമായ ചടങ്ങുകളോടെ നടത്തപ്പെടുന്ന ഒരു അപൂർവ ക്ഷേത്രം ഉത്സവമാണ് അണ്ടലൂർക്കാവ് ക്ഷേത്രത്തിലെ ഇത്തിറ മഹോത്സവം. ഒരു നാട് ഒന്നാക്കി ഒഴുകിയെത്തുന്ന ക്ഷേത്രോത്സവം എന്നതോടൊപ്പം തന്നെ ഉത്സവകാലങ്ങളിൽ വീട് ക്ഷേത്രങ്ങളായി മാറുന്ന ഒരു അപൂർവ നിമിഷമാണ് ഇവിടുത്തേത്. വീടും പരിസരവും വീട്ടിലുള്ളവരും എല്ലാം തന്നെ പൂർണ്ണമായും വ്രതശുദ്ധിയിൽ കഴിയുന്ന നാളുകൾ. ഈ സമയങ്ങളിൽ വീട്ടിലെ പ്രസാദം ക്ഷേത്രത്തിലെ പ്രസാദമായി കണക്കാക്കുന്ന ഒരു നാടാണിത്. എല്ലാം മറന്ന് അണ്ടലൂർ, മേലൂർ, പാലയാട്, ധർമ്മടം എന്നീ 4 ദേശത്തുകാർ ഒത്തൊരുമയോടെ കൊണ്ടാടുന്ന ക്ഷേത്രത്തിറ മഹോത്സവത്തിൽ ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് ദിവസേന പങ്കാളികളാവുന്നത്. ജാതി മത ഭേദമന്യേ ഒത്തൊരുമയോടെ നടത്തപ്പെടുന്ന ക്ഷേത്രത്തിറ മഹോത്സവം കുംഭം 1 തുടങ്ങി 8 രാവിലെ സമാപിക്കും. കുംഭം 4, 5, 6, 7 തീയതികളിലാണ് ഉത്സവത്തിന്റെ പ്രധാന ദിവസങ്ങൾ. മകരം 15 ചെറുമക്കളുടെ അടിയറ വരവോടുകൂടി അണ്ടലൂർക്കാവിലെ ഉത്സവത്തിൻ്റെ ഒരുക്കം ആരംഭിക്കും. ഏകദേശം ഒരു മാസക്കാലം പലവിധത്തിലുള്ള ചടങ്ങുകളുമായിട്ടാണ് അണ്ടലൂർക്കാവിലെ ഉത്സവം സമാപിക്കുന്നത്. മകരം 27 ഉച്ചാർ എന്ന് പറയും. ആ ദിവസം ഈ ക്ഷേത്രപ്പറമ്പ് മുഴുവനായിട്ട് ക്ലീൻ ചെയ്യുകയും പരിസര പ്രദേശത്തുള്ള വീടുകളും ഇടകളും പറമ്പുകളും എല്ലാം ശുചിയാക്കുന്ന ഒരു ശുചീകരണ പ്രവൃത്തിയാണ് ഉച്ചാർ എന്ന് പറയുന്നത്. പിന്നെ കുംഭം മാസം 1 തീയതി മുതൽ 7 തീയതി വരെയാണ് അണ്ടലൂർക്കാവിലെ ഉത്സവം നടക്കുന്നത്. കുംഭം 1 തേങ്ങതാക്കൽ ചടങ്ങാണ്. ദേവന് നിവേദ്യത്തിന് ആവശ്യമായ തേങ്ങകൾ നാടിൻ്റെ 4 ഭാഗത്തും സ്വരൂപിക്കലാണ് ആ ചടങ്ങ്. അടുത്തത് കുംഭം 2. കുംഭം 2 വൈകുന്നേരം ഒരു 4 മണിക്ക് ചക്ക താഴ്ത്തൽ ചടങ്ങാണ്. അത് ഈ പ്രദേശത്ത് പോയി ചക്ക സ്വരൂപിക്കും. 9 ചക്കയാണ് ദേവന് നിവേദ്യത്തിന് ആവശ്യമായ 9 ചക്കകളാണ് ഭൂസ്പർശമേൽക്കാതെ കയറിൽ കെട്ടി താത്തിട്ടാണ് ഈ ചക്കകൾ കൊട്ടിലേക്ക് കൊണ്ടുവരുന്നത്. അണ്ടലൂർക്കാവിലെ ഉത്സവം 4 ദേശത്തിൻ്റെ ഉത്സവമാണ്. എല്ലാ ആളുകളും വ്രതശുദ്ധിയോടുകൂടി അണിഞ്ഞൊരുങ്ങി ചേർന്നുള്ള ഉത്സവമാണ്. കുംഭം 1 മകരം 15 മുതൽ മകരം 19 മുതൽക്ക് കുളിപ്പാറ്റുന്നവരുണ്ട്. 25-ന് കുളിപ്പാറ്റുന്നവരുണ്ട്. ഞങ്ങൾ 25-നാണ് കുളിപ്പാറ്റുക. ഒരാളുണ്ട്. അതിനുശേഷം ഓരോ വീട്ടുകളിലും കുംഭം 1 മുതൽ കുളിപ്പാറ്റി വ്രതമെടുക്കുന്നവരാണ്. മത്സ്യമാംസ സാധനങ്ങളൊന്നും ഉപയോഗിക്കില്ല. വെറും പച്ചക്കറി ഭക്ഷണം, അവില്, മലര്, പഴം ഇങ്ങനെയുള്ളതാണ് പ്രധാന ഭക്ഷണം. വീടുകളെല്ലാം വളരെ വ്രതശുദ്ധിയോടുകൂടി തന്നെയാണ്. എല്ലാം പുതുമയുണ്ടാവും. ചട്ടി, കലം, പായ, ഇടക്ക പോലും മാറ്റും. പുതുവസ്ത്രങ്ങളില്ലാണ്ട് പിന്നെ എല്ലാ വീടുകളിലും അലങ്കരിച്ച് ഇങ്ങനെ വൃത്തിയാക്കും. വൈറ്റ് വാഷ് ചെയ്യാതെ വീടുണ്ടാവില്ല. നമ്മുടെ അണ്ടലൂർക്കാവ് 2026 തിറ മഹോത്സവം ഫെബ്രുവരി 13 മുതൽ 19 വരെ നടക്കാനിരിക്കുകയാണ്. ഫെബ്രുവരി 16 മുതൽ കെട്ടിയാട്ടങ്ങൾ ക്ഷേത്രത്തിൽ തുടങ്ങുകയാണ്. അതുമായി ബന്ധപ്പെട്ട് ഭക്തജനങ്ങൾക്ക് ആവശ്യമായ എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ക്ഷേത്രം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. സീതയും മക്കളും കെട്ടിയാട്ടത്തോടെയാണ് ഉത്സവത്തിന്റെ പ്രധാന തുടക്കം. 4 ദിവസങ്ങളും വ്യത്യസ്തമായ തെയ്യം കെട്ടിയാട്ടങ്ങൾ നടക്കും. ഉച്ചയ്ക്ക് നടക്കുന്ന ബാലി സുഗ്രീവ യുദ്ധവും പ്രധാന ആകർഷണമായ ഒരു ആചാരമാണ്. രാത്രി ദേശത്തെ പുരുഷാരം ഒന്നാക്കി പങ്കെടുക്കുന്ന മെയ്യാൾ കൂടലാണ് ഉത്സവത്തിന്റെ പ്രധാന ആകർഷണീയമായ ആചാരം. ദൈവത്തോടൊപ്പം പ്രദക്ഷിണം ചെയ്യാൻ ഈ നാട്ടിലെ കുട്ടികൾ മുതൽ മുതിർന്നവരെ വരെ ഈ ചടങ്ങിന് എത്താറുണ്ട്. ദൈവീകത നിറഞ്ഞു നിൽക്കുന്ന ഈ ഉത്സവനാളുകൾ അണ്ടലൂർ പ്രദേശത്തിന് ഒരു വർഷം മുഴുവൻ ശക്തി പകരുന്ന ദൈവ അനുഗ്രഹമാണ് ലഭിക്കുന്നതെന്നാണ് പ്രത്യേകത.